സർ, കേരളത്തിൽ മുമ്പില്ലാത്ത വിധം ആൾക്കൂട്ട കൊലപാതകങ്ങൾ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ, വർഗീയ കൊലപാതകങ്ങൾ, ദുരഭിമാന കൊലപാതകങ്ങൾ എന്നിവയുടെ തോത് വർദ്ധിച്ചു വരുന്നതായി കാണുന്നു. പൊതുസ്ഥലങ്ങളിലും മറ്റും ഉണ്ടാകുന്ന നിസ്സാരമായി തോന്നുന്ന വാക്കുതർക്കങ്ങൾ പോലും ആക്രമണത്തിലേക്കും കൊലപാതകത്തിലേക്കും നയിക്കപ്പെടുന്ന ഗുരുതരമായ നിരവധി സാഹചര്യങ്ങളാണ് നാം കണ്ടുവരുന്നത്. ജാതിയുടെയോ മതത്തിന്റെ പേരിൽ നടക്കുന്ന ദുരഭിമാന കൊലപാതകങ്ങൾ കേരളത്തിന് വെളിയിൽ നടക്കുന്ന സംഭവങ്ങളായിട്ടാണ് നമ്മൾ വായിച്ചിരുന്നത്. കേരളം ജാതീയതയും മതഭേദവും മറികടന്ന ജാതിരഹിത മതേതര ഭൂമിയായിട്ടാണ് വിശേഷിക്കപ്പെടുന്നത്. ഉത്തരേന്ത്യയിലോ അയൽ സംസ്ഥാനങ്ങളിലോ ദുരഭിമാന കൊലകൾ, ഓണ്ടർ കില്ലിംഗ് അഥവാ ജാതി കൊലകൾ ധാരാളമായി നടക്കാറുള്ളപ്പോഴും പുരോഗമന കേരളം അത്ഭുതത്തോടെയും ഞെട്ടലോടെയാണ് അത് കാണാറുള്ളത്. എന്നാൽ ഇപ്പോൾ കേരളത്തിലും ദുരഭിമാന കൊലകളും ജാതി മർദ്ദനവും ഉണ്ടാകുന്നു. 2019 ഫെബ്രുവരി 22 മോഷണക്കുറ്റം ആരോപിക്കപ്പെട്ട് ആൾക്കൂട്ട ആക്രമണത്തിൽപ്പെട്ട് കൊല്ലപ്പെട്ട മധുവിന്റെ മരണത്തോടു കൂടിയാണ് ആൾക്കൂട്ട കൊലപാതകങ്ങൾ നാം ശ്രദ്ധിക്കുന്നത്. പക്ഷേ ആദ്യത്തെ ആൾക്കൂട്ട കൊലപാതകം അതല്ല, ഷഹീദ് ബാബ കേസാണ്. 8 വർഷമെടുത്തു സർ അതിൻ്റെ വിധി വരുവാനായി. അന്ന് വിധി വന്നപ്പോൾ തന്നെ കോടതി പ്രത്യേകമായി ഒബ്സർവേഷൻ നടത്തി. പ്രത്യേക നിയമം ആവശ്യമാണ്, ഇതേപോലത്തെ ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടത്തുന്നതിനെ കുറിച്ച് പ്രത്യേക നിയമം ആവശ്യമാണ് എന്ന് കോടതി തന്നെ അന്ന് പ്രത്യേകമായി ഒബ്സർവ് ചെയ്യുകയുണ്ടായി. പിന്നീട് അങ്ങോട്ട് 2020 തിരുവനന്തപുരം സ്വദേശി അനീഷ്, കൊട്ടാരക്കരയിൽ അനിൽകുമാർ എന്നിങ്ങനെ നീളുന്നു ആ ലിസ്റ്റ്. റാഗിങ്ങിനിരയായി കൊല്ലപ്പെട്ട പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവും ഒരു വിധത്തിൽ പറഞ്ഞാൽ ആൾക്കൂട്ട കൊലപാതകം തന്നെയാണ് സർ. സിദ്ധാർത്ഥനെ പ്രതികൾ ആൾക്കൂട്ട വിചാരണ നടത്തിയെന്ന് CBI കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. 3 ദിവസം വെള്ളമോ ഭക്ഷണമോ കൊടുക്കാതെ അദ്ദേഹത്തെ മരണത്തിലേക്ക് നയിക്കുകയായിരുന്നു ഈ സംഘം. അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും അവസാനമായി മൂവാറ്റുപുഴ ആൾക്കൂട്ട കൊലപാതകം, അരുണാചൽ പ്രദേശ് സ്വദേശി അശോക് ദാസ്, അദ്ദേഹത്തെയും ആൾക്കൂട്ടം കൊല ചെയ്യുകയായിരുന്നു. രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യേണ്ടതില്ലല്ലോ. 2022 ഏപ്രിൽ വരെ 53 രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് സർ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളം സാക്ഷ്യം വഹിച്ചത്. 2016 15, 2017 5, 2018 4, 2019 4, 2020 4, 2021 5. 2000 മുതൽ 2017 വരെ 172 പേരാണ് സർ സംസ്ഥാനത്ത് രാഷ്ട്രീയത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ചില രാഷ്ട്രീയ കൊലപാതകങ്ങൾ കൂടി ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കും സർ. KT ജയകൃഷ്ണൻ മാസ്റ്റർ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടൊരു രാഷ്ട്രീയ കൊലപാതകം ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ ഒരു കൊലപാതകമാണ് സർ. ക്ലാസ് മുറിയിൽ വെച്ച് ഒരു അധ്യാപകനെ കൊല്ലുക. ആ അധ്യാപകന്റെ ആ കുടുംബത്തിന്റെ ജീവിതത്തിൽ മാത്രമല്ല സർ, ആ വിദ്യാർത്ഥികളുടെ ജീവിതം കൂടി ബാധിക്കപ്പെട്ടു. ആ വിദ്യാർത്ഥികൾക്ക് സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വന്നു സർ. നമുക്ക് ഇനി അനുവദിക്കാൻ സാധിക്കുമോ സർ? TP ചന്ദ്രശേഖരൻ, അദ്ദേഹം കൊല്ലപ്പെടുന്നത് 51 വെട്ടേറ്റിട്ടാണ്. 51 വെട്ടേറ്റ് കൊല്ലപ്പെടുന്ന അദ്ദേഹം, ആ കൊല ആസൂത്രണം ചെയ്തവർ മറ്റൊരു പരിപാടികൾ ഒപ്പിച്ചു. മാഷാ അള്ള എന്ന് കാറിൽ എഴുതി ഇതിന് മറ്റൊരു നിറം കൂടി കൊടുക്കുവാൻ, ആ കൊലപാതകത്തിന് മറ്റൊരു നിറം കൂടി കൊടുക്കുവാൻ ശ്രമം നടത്തി. അരിയിൽ ഷുക്കൂർ, പാർട്ടി കോടതി കൂടി കൊന്ന അരിയിൽ ഷുക്കൂർ, കങ്കാരു കോർട്ടിൽ നിന്ന് ആദ്യം കേട്ടിട്ടേ ഉള്ളൂ, ആദ്യമായി കാണുവാനുള്ള അവസരം അപ്പോഴാണ് ഉണ്ടായത്. കൃപേഷും ശരത്തും ഷുഹൈബും കൊല്ലപ്പെട്ടപ്പോൾ വീടിന്റെ മാത്രമല്ല അവരവരുടെ നാടിന്റെ പ്രതീക്ഷ കൂടിയാണ് നഷ്ടപ്പെട്ടത്. രാഷ്ട്രീയ കൊലപാതകമോ സംഘർഷമോ ഉണ്ടെങ്കിൽ ഇടതുണ്ടെന്ന സാഹചര്യം മാറ്റാൻ നിങ്ങൾ ശ്രമിക്കണം. ഇന്ന് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഒരാൾ പോലും രാഷ്ട്രീയത്തിന്റെ പേരിൽ കൊലയ്ക്ക് ഇരയാതിരിക്കട്ടെ. രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇന്ന് നേരത്തെ കണ്ടതുപോലെ ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ കേസിൽ കണ്ടതുപോലെ തന്നെ ഈ കുറ്റകൃത്യങ്ങളുടെ അന്വേഷണം, കുറ്റസ്ഥാപനം, വിചാരണ എന്നിവയിൽ ഉണ്ടാകുന്ന അസാധാരണമായ കാലതാമസമാണ്. അത് വളരെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് സർ. കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ കിട്ടുന്നതിൽ കാലതാമസത്തിനും ചിലപ്പോൾ ശിക്ഷ തന്നെ ഒഴിവാക്കുന്നതിനും ഈ സാഹചര്യം കാരണമാകുന്നു. സാക്ഷികളെ സ്വാധീനിക്കുവാനും ഭീഷണിപ്പെടുത്തി മൊഴിമാറ്റി പറയിക്കുവാനുള്ള സമയം ഇതുവഴി ഉടലെടുക്കുന്നു. വളരെ തെറ്റായ ഒരു മെസ്സേജാണ് സർ ഇതുവഴി സമൂഹത്തിൽ പ്രചരിക്കുന്നത്. 2016 മെയ് 25 മുതൽ 21 മെയ് വരെ സംസ്ഥാനത്ത് 26 രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നുവെന്നും അതിൽ ഒന്നൊഴികെ മറ്റെല്ലാ കേസുകളും വിചാരണയിലാണെന്നാണ് നിയമസഭാ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. ഇപ്രകാരമുള്ള കേസുകൾ തീർപ്പാക്കുന്നതിനുള്ള കാലതാമസം ഇത് കാണിക്കുന്നു. മറ്റൊരു പ്രധാന വശം കേസ് നടപ്പിന് വരുന്ന ഭീമമായ ചെലവാണ് സർ. പെരിയ കേസും ഷുഹൈബ് കേസും ആ വധക്കേസുകൾക്ക് വേണ്ടി മാത്രമായി 1,74,40,000 രൂപയാണ് സർ ഫീസിനത്തിൽ ഹൈക്കോടതിയിൽ ഹാജരായ അഭിഭാഷകർക്ക് കൊടുത്തിരിക്കുന്നത്. മറ്റ് 14 കേസുകൾക്ക് ഹൈക്കോടതിയിൽ ഹാജരായ അഭിഭാഷകരുടെ താമസത്തിനും യാത്രകൾക്കുമായി 13,67,172 രൂപ ചെലവാക്കി സർ. സുപ്രീം കോടതിയിലെ കേസുകൾക്ക് 46 ലക്ഷത്തോളം രൂപ.
സംസ്ഥാനത്തിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി ചെലവാക്കേണ്ട സർ ഇതിനുവേണ്ടി ഈ സംരക്ഷിക്കുവാൻ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ചെലവാക്കിയത്. പ്രതികളെ സംരക്ഷിക്കുവാൻ ചെലവാക്കിയ രൂപയാണ് ഇതൊക്കെ. സംസ്ഥാനത്തിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾക്ക് ഉപയോഗിക്കാവുന്ന തുക പ്രതികൾക്ക് വേണ്ടി, ഈ കൊലക്കേസിലെ പ്രതികൾക്ക് വേണ്ടി ചെലവാക്കിയിരിക്കുന്നു. ഇത് എത്രത്തോളം ഹീനമായിട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് ആലോചിക്കാവുന്ന കാര്യമാണ്. എത്ര രൂപയാണ് സർ ഖജനാവിൽ ചെലവാകുന്നത്? രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കേസിൽ വിധികൾ വൈകിപ്പിക്കുന്നത് പ്രതികൾക്ക് രക്ഷപ്പെടുവാനുള്ള അവസരമൊരുക്കാനാണ് സർ. നമുക്കറിയാം, അത് തന്നെയാണ് ലക്ഷ്യം. വേറെ ഒരു അതിനകത്ത് സംശയമില്ല അക്കാര്യത്തിൽ. രാഷ്ട്രീയത്തിന് അതീതമായി ഇത്തരം ക്രൂരകൃത്യങ്ങൾ ഇരയായവർക്ക് കാരണമായവർക്ക് അർഹിക്കുന്ന ശിക്ഷ കഴിവതും വേഗം വിധിച്ച് ശിക്ഷ നടപ്പാക്കുവാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ നിയമവ്യവസ്ഥയെ ജനങ്ങൾ മാനിക്കുകയുള്ളൂ. പെട്ടെന്ന് ശിക്ഷ ലഭിക്കുമെന്ന് കണ്ടാൽ കുറ്റകൃത്യങ്ങൾ താനെ കുറയും. ചെയ്യുന്നവർക്ക് മറ്റ് സ്വാധീനങ്ങൾ ചെലുത്തുവാൻ വേണ്ട സാവകാശം ലഭിക്കില്ല. ഇപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ വേഗത്തിലുള്ള വിചാരണയും കുറ്റസ്ഥാപനവും ശിക്ഷ ഉറപ്പാക്കലും ഉദ്ദേശമുള്ളതാണ് ഈ ബിൽ. സ്വാഭാവികമായും ഇത് നിയമമാക്കിയാൽ അതിവേഗ കോടതികൾ രൂപീകരിക്കുന്നത് വഴി സഞ്ചിത നിധിയിൽ നിന്ന് ചെലവ് വരാം. പക്ഷേ അല്ലാതെ തന്നെ സഞ്ചിത നിധിയിൽ നിന്ന് ചെലവ് വരുന്ന സാഹചര്യം ഞാൻ നേരത്തെ വ്യക്തമാക്കിയതാണ്. ഇവിടെ പ്രതികൾക്ക് അർഹമായ ശിക്ഷ നേടിക്കൊടുക്കാനാണ് ചെലവ് വരുന്നതെന്ന് കാണാവുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു നിയമം സർക്കാർ അംഗീകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ്.